അശ്വന്ത് ഗോക്കിനെതിരെ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇന്നവിടെ വിജയാഘോഷവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പരിപാടിയിലാണ് മിസ്റ്റർ ലിസ്റ്റിൻ സ്റ്റീഫന് അശ്വന്ത് ഗോക്കിനെ പറ്റിയുള്ള ഒരു പരാമർശം നടത്തിയത്. വേറൊന്നുമല്ല, നമ്മളും ഈ മുന്നത്തെ വീഡിയോയിൽ സംസാരിച്ചില്ല ആ കാര്യം തന്നെയാണ്. അശ്വന്ത് ഗോക്കിന്റെ നെഗറ്റീവ് റിവ്യൂ ലിസ്റ്റിൻ സ്റ്റീഫനും കാണാനിടയായി. അപ്പോൾ തന്നെ അദ്ദേഹം ഈ കോക്കിന് കോൾ ചെയ്തെന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം തന്നെ എന്തൊക്കെയാ പറയുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ചെറിയ ചെറിയ ഒക്കെയുള്ള ഫാമിലികളെ സംബന്ധിച്ച് ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്ട് ആവും. അല്ലാത്തവരെ സംബന്ധിച്ച് ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇത് എത്രത്തോളം കണക്ട് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഉള്ളവരെ സംബന്ധിച്ച് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആവും. എന്നെ സംബന്ധിച്ച് മനസ്സിലായില്ല. ഈ റിവ്യൂസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അപ്പൊ നമ്മൾ സിനിമയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കോക്ക് എന്ന് പറയുന്ന ഒരാളുടെ റിവ്യൂ ഇവന്റ് ഉണ്ട്. അതായത് നെഗറ്റീവ് ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് നമ്മുടെയൊക്കെ പടത്തിന് എത്രയോ പടങ്ങളിലെ നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇടാനായിട്ട് കാരണം? അപ്പൊ അവൻ തന്നെ പറഞ്ഞു, എന്റെ പൊന്നുമായി എന്നോട് പറഞ്ഞതാണ്, എന്റെ പൊന്നുമായി ആ തിയേറ്ററിൽ ഇരിക്കുന്നവർ മുഴുവൻ ചിരിക്കുന്നുണ്ട്, എനിക്കിത് ചിരിക്കാൻ പറ്റുന്നില്ല എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിപ്പോ എന്താണ് പ്രശ്നം? അപ്പൊ ഞാൻ ഈ പുള്ളിയുടെ ഇന്റർവ്യൂ കുറച്ച് പ്രാവശ്യം കണ്ടു. ഇത് എന്തിനാ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പുള്ളിയുടെ ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട്, ഞാൻ അവിടെ നാട്ടിൽ പാദയാത്രയ്ക്ക് ചെന്നപ്പോൾ ഞാൻ അവിടെ നാട്ടുകാരായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്ക് അവിടെ ഉള്ള നാട്ടുകാരായിട്ട് യാതൊരു പരിചയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ സൊസൈറ്റിക്കുള്ളിൽ ജീവിക്കുന്ന പുള്ളിയുടെ ഒരു വേറിട്ടൊരു ലൈഫുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് എത്രത്തോളം കണക്ട് ആവണം എന്നില്ല. പക്ഷെ പുള്ളി ഇപ്പൊ ഈ ഒരു റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ സംസാരിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, ഞാനിപ്പോ അങ്ങനെ പറഞ്ഞാൽ എന്താ, ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഇപ്പൊ ഏതായാലും ഞാൻ പറയുന്നത് തന്നെയല്ലല്ലോ ശരി. ഇപ്പൊ ജനങ്ങളെല്ലാരും എന്നെ ഇപ്പൊ തിരിച്ചു തെറി പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് തന്നെ എന്താന്ന് വെച്ചാൽ ചിലപ്പോ കണക്ട് ആവും, ചിലപ്പോ അപ്പൊ പുള്ളി തന്നെ പറയാണ്, എന്റെ തന്നെ റിവ്യൂ ചിലപ്പോ കണക്ട് ആവാതെ ഇരിക്കുന്നുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ അശ്വന്ത് ഗോക്ക് തന്നെ എന്നോട് പറഞ്ഞു കൺഗ്രാജുലേഷൻസ്. അത് മൊബൈലിൽ തന്നെ പുള്ളി അതായത് മെസ്സേജ് ആയിട്ട് തന്നെ അയച്ചു. കാരണം പുള്ളിക്ക് പറയുമ്പോ അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇത് പറഞ്ഞു വന്നത്, ഇതൊക്കെ ഓരോരുത്തരുടെ ഞങ്ങളുടെ തന്നെ സിനിമയിലെ ദിലീപേട്ടന്റെ ക്യാരക്ടർ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രമാണ്, അത് പൊതു. എങ്ങനെയുണ്ട്? അശ്വന്ത് ഗോക്കിന് ലിസ്റ്റിനെ കോൾ ചെയ്തപ്പോൾ ലിസ്റ്റിനോട് അശ്വന്ത് ഗോക്ക് എന്ന പ്രശസ്തനായ റിവ്യൂ പറയുന്ന വ്യക്തി പറയത്ര, തിയേറ്ററിൽ നിന്ന് എൻ്റെ പൊന്നു പോയി, തിയേറ്ററിൽ എല്ലാവരും ചിരിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. ലിസ്റ്റിനോട് പറയണേ, മിസ്റ്റർ കോക്ക്, താന് ഈ പറഞ്ഞ കാര്യങ്ങൾ വേറെ വല്ല ഡോക്ടറെ കണ്ടിട്ട് അവിടെ പോയി പറയണം. കാരണം താങ്കൾക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടാവില്ല. അങ്ങനെ എല്ലാവരും ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചിരി വരുന്നില്ലെങ്കിൽ നമ്മളാ ചിന്താഗതിന്റെ വ്യത്യാസമായിരിക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അതാണ് കാരണം. മനസ്സിലായില്ലേ? അല്ല, നിർമ്മാതാവ് ലിസ്റ്റിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ ലിസ്റ്റിന് കുറിക്ക് കൊള്ളുന്ന ഒരു വാക്കും കൂടി ഇതിന് മുന്നേ പറഞ്ഞു. എന്താണ്, ഒരു ഫാമിലി മൂവിയാണ്, ഫാമിലിയുമായിട്ട് ബന്ധമില്ലാത്തവർക്ക് അതിന് അകന്ന് നിൽക്കുന്നവർക്ക് ഇത് എത്രത്തോളം കണക്ട് ആവുമെന്ന് എനിക്കറിയില്ല. അതുള്ളവർക്ക് കണക്ട് ആവും എന്നുള്ളത്. അത് ആരൊക്കെ ഉദ്ദേശിച്ചാണ്, ആരെ പറ്റാമെന്ന് ഞാൻ ഇന്ന് എടുത്ത് പറയുന്നില്ല. ലിസ്റ്റ് പറഞ്ഞ വാക്ക് തന്നെ ഞാൻ എടുത്ത് വെച്ചതാണ്. ഓക്കെ. എന്നിട്ട് ഒരു കാര്യം കൂടി മിസ്റ്റർ കോക്ക് പറഞ്ഞു. എന്താണ്, നിങ്ങൾക്ക് ഇപ്പൊ സന്തോഷമായില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ജനങ്ങളെ കൂടി എന്റെ മേത്ത് പൊങ്കാലിടുണ്ടല്ലോ, നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ജനങ്ങൾ പൊങ്കാലിടുണ്ടെങ്കിൽ അത് തന്റെ കയ്യിലിരിപ്പോണ്ടാണ്. താനിത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നല്ല. മനസ്സിലായില്ലേ? ഈ വക ഉടായിപ്പ്. തനിക്ക് നല്ല പടങ്ങളൊന്നും പറ്റൂല. ബ്രോമൻസ് ആണ് ഇയാളെ ഏറ്റവും വലിയ പടം. ആർക്കും പറ്റാത്ത ബ്രോമൻസ് ഇയാൾക്ക് പറ്റും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ താങ്കളുടെ ആസ്വാദന നിലവാരം ഒന്നും കൂടി ചോദ്യം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. ആസ്വാദന നിലവാരം ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. താങ്കൾ സൂക്ഷ്മ പരിശോധന നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം താങ്കൾ അറിയപ്പെടുന്ന ഒരു റിവ്യൂവറാണ്. അപ്പൊ താങ്കളുടെ ആസ്വാദന നിലവാരം ഈ ലെവലിലാണെങ്കിൽ ഇനി ഭാവിയിൽ വരുന്ന പടങ്ങളും താങ്കൾ ഇതുപോലെ ആയിരിക്കും റിവ്യൂ ഇടുക. എനിക്ക് തോന്നുന്നത് ഈ പടം
ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ ആസ്വാദന ആ നിലവാരത്തിൽ തീരെത്തിയില്ല. അപ്പോൾ താങ്കൾ വിചാരിച്ചു ഈ പടം ദിലീപേട്ടൻ്റെ മുന്നത്തെ 4-5 പടം പോലെ തന്നെ കൊണ്ട് പൊട്ടും, അപ്പോൾ കുറച്ചും കൂടി കുഴപ്പും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ആണ്ട് പൊക്ക നല്ല വ്യൂസ് കിട്ടും എന്ന് കരുതി ക്യാമറയുടെ മുന്നിൽ വന്ന് വായിട്ടലച്ചതാണ്. അത് തിരിച്ചു കൊണ്ടു. കോക്ക് പ്രതീക്ഷിക്കാത്ത ലെവലിൽ ദിലീപേട്ടനൊക്കെ പറഞ്ഞ പോലെ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് പടം കയറി ഇപ്പോഴും ഓടുന്നു. വെക്കേഷൻ ടൈമൊക്കെയാണ്, നല്ല ഫാമിലി കയറുന്നുണ്ട് കോക്കെ. ഒരു ബഹുഭൂരിപക്ഷം ആളുകൾക്കും താങ്കളുടെ ഈ സിനിമ റിവ്യൂവിനോട് 2 അഭിപ്രായമായി മാറിയിട്ടുണ്ട്. അതിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ താങ്കൾ തിരിച്ചറിയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അത് അവസാനം കോക്ക് കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കണല്ല ലിസ്റ്റിന്. ഉളുപ്പുണ്ടോടാ ഉളുപ്പ്? ലക്ഷക്കണക്കിന് ആളുകൾ കാണുക, ക്യാമറക്ക് മുന്നിൽ വന്നിട്ട് പടം 5 പൈസ കൊള്ളില്ല തൊലി ഇരിക്കുന്നു പറഞ്ഞ താന് അതിന്റെ നിർമ്മാതാവിന് കൺഗ്രാജുലേഷൻ കൊടുത്തു അല്ലേ? എന്തിന് കൺഗ്രാജുലേഷൻ കൊടുത്ത്? പടം വിജയിച്ചോണ്ട, നല്ല രീതിയിൽ ഓടണോണ്ട. താൻ പറഞ്ഞ മാതിരത്തെ പടമാണ് ഇങ്ങനെ ഓടുവോ? എന്താടോ ഇരട്ട താപ്പായി പോയല്ലോ. സ്വന്തം നിലവാരം കളയല്ലേ ഓക്കെ. നമ്മുടെ ആക്ടർ സിദ്ദീഖിനും ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൂടി നമുക്ക് ഈ ഒരു വേളയിൽ കേൾക്കാം. വിജയിച്ചാൽ തന്നെ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിച്ചാൽ തന്നെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് വന്നിട്ട് ആ സിനിമയുടെ തനിക്കാണ് കാണരുതെന്ന് പറയാം. ഇതൊന്നും മുമ്പുണ്ടായിരുന്ന ഒരു കാര്യമല്ല. അപ്പൊ അങ്ങനെയല്ല, ഒരു സിനിമ വിജയിച്ചാൽ പോലും ജനങ്ങൾ ആ സിനിമ ഇഷ്ടപ്പെട്ടാൽ പോലും ഒരുപാട് പേര് അതിനെ ആ സിനിമയെ പരാജയപ്പെടുത്താൻ, അതല്ലെങ്കിൽ ആ സിനിമ ഒരു പരാജയമായിരുന്നു, അതിന്റെ തിയേറ്റർ കളക്ഷൻ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു സിനിമയെ മോശമാക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ സിനിമ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ സിനിമ ഒരു വൻ വിജയമാക്കി തീർത്ത പ്രേക്ഷകരോട് ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ സിനിമയെ മോശം പറയുന്ന റിവ്യൂവേഴ്സിനെ വരെ ചീത്ത പറയുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരുപാട് പേര് സിനിമ മോശമാണെന്ന് പറഞ്ഞ് മറ്റുള്ളവർ അതിനെതിരെ ബ്ലോഗ് ചെയ്തിട്ടൊക്കെ ആ സിനിമ നല്ലതാണെന്നും ആ സിനിമയെ കുറ്റം പറയുന്ന ആളുകളെ വിമർശിക്കുകയും ചെയ്യുന്നത് നമ്മൾ ഈ സിനിമ പ്രേക്ഷകരുടെ ഇടയിലേക്ക് അത്രയും നല്ല രീതിയിൽ എത്താൻ സാധിച്ചതുകൊണ്ടാണ് അങ്ങനെ പ്രേക്ഷകരുടെ ഭാഗത്ത് ഒരു സ്വീകരണം ഈ സിനിമയ്ക്കുണ്ടായത്. ഈ സിനിമ ഒരു വിജയമാക്കി തീർത്ത എല്ലാവരോടും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇതിപ്പോ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? കോക്കിനെ പോലുള്ള സത്യസന്ധമല്ലാത്ത രീതിയിൽ ആസ്വാദന നിലവാരം വളരെ താഴ്ന്ന, അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ, ആസ്വാദന നിലവാരം വളരെ താഴ്ന്ന വ്യക്തിത്വമുള്ള കോക്കിനെ പോലെയുള്ള ആളുകൾ പബ്ലിക്കിന് മുന്നിൽ വന്ന് ഇതുപോലെ വെറുപ്പിച്ച് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാലും നല്ല സിനിമയാണെങ്കിൽ അത് പ്രേക്ഷകർ ഏറ്റെടുക്കും. മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ആ പടം നന്നായിട്ട് ഓടും. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് കറന്റ്ലി പ്രിൻസ് ആൻഡ് ഫാമിലി. ഓക്കെ, അപ്പോൾ സിദ്ദീഖ് പറഞ്ഞ പോലെ തന്നെ നല്ല സിനിമകൾ പ്രേക്ഷകർ ഏറ്റെടുക്കും. ആ റിവ്യൂ മോശം റിവ്യൂ ഇട്ടവരെ പ്രേക്ഷകർ തന്നെ തെറി വിളിക്കും, പൊങ്കാലയിടും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോക്കെന്നെ ലിസ്റ്റിനോട് സമ്മതിച്ചല്ലോ, ഇനി എന്നെ പൊങ്കാലിടുന്നല്ലോ, നിങ്ങൾക്ക് സന്തോഷമായില്ലേന്ന്. ഇനിയെങ്കിലും കോക്കയെ മനസ്സിലാക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും ആവർത്തിക്കണേ, താങ്കളുടെ ആസ്വാദന നിലവാരം ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും മനസ്സിലാക്കുക. താങ്കളുടെ ആസ്വാദന നിലവാരം ഒന്നും കൂടി ഒന്ന് പരിശോധിക്കുക. ഓക്കെ, കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മുൻനിരയിൽ നിൽക്കുന്ന ഒരു റിവ്യൂവറാണ്. താങ്കളെ വോയിസ് കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, താങ്കളുടെ ഈ ഊള നിലവാരം വെച്ചിട്ട് സിനിമയെ ഇനിയെങ്കിലും വിലയിരുത്താതിരിക്കുക. ഓക്കെ, ഇതാണ് എനിക്കൊരു അനിയൻ എന്ന രീതിയിൽ താങ്കളോട് പറയാനുള്ളത്. താങ്കളോട് വ്യക്തിപരമായിട്ട് യാതൊരു വിദ്വേഷമില്ല, നമുക്ക് നേരിട്ട് അറിയ പോലും ഇല്ല. പക്ഷെ ഈ ഒരു കാര്യം കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല, പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. താങ്കളുടെ റിവ്യൂ കാണുമ്പോൾ ആ സിനിമയുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ എനിക്ക് പോലും ഇങ്ങനെ തരിച്ചു കയറുന്നുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിനും ദിലീപേട്ടനൊക്കെ എന്തുപോലെ ഉണ്ടായിട്ടുണ്ടാവും. അത് പിന്നെ മാന്യത വെച്ച് പുറത്ത് കാണിക്കാത്തതാണ്. അല്ലെങ്കിലൊക്കെ വേറുള്ളവരൊക്കെ ആണെന്നിട്ട് കയ്യിൽ കിട്ടുന്നുണ്ടെന്ന് തരും ഉറപ്പായിട്ടും. കാരണം ഒരു സിനിമേൻ്റെ ഒക്കെ പ്രീ പ്രൊഡക്ഷൻ മുതൽ അതിൻ്റെ ലാസ്റ്റ്
അതുവരെ എത്രത്തോളം ക്യാഷ് ചെലവുണ്ട്, എത്രത്തോളം പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ടാവും, എത്രത്തോളം നമ്മുടെ എഫേർട്സ് ഉണ്ടാവും, അതിനൊക്കെ ഒരു ക്യാമറക്ക് മുന്നിൽ വന്നിട്ട് എന്നാ പോട്ടെ പടം കൊള്ളാത്ത പടമാണ്. ഓക്കെ, ഇത് പ്രേക്ഷകർ സ്വീകരിച്ചൊരു പടത്തിന് ഇങ്ങനെ പറയുമ്പോൾ അത് കണ്ട് നിൽക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുക മാനസികാവസ്ഥ എന്ന് നമുക്കറിയാലോ. മനസ്സിലായ? കോക്കിന് അങ്ങനെ അടി കിട്ടാത്തതിൻ്റെ ഒരു കുറവ് കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഏതായാലും ഈ ഒരു പൊങ്കാല കൊണ്ടൊക്കെ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ആ നിലവാരം ഒന്ന് പരിശോധിച്ചിട്ട് ഒന്ന് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക മിസ്റ്റർ കോക്ക്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.